നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് അഴിക്കില്ല. അപ്പൊ പിന്നെ താലി കെട്ടണ്ടേ? അങ്ങനെയല്ലേ ചടങ്ങ് നടത്താൻ പറ്റൂ? വേണ്ട, ഒരിക്കൽ താലി കെട്ടിയതല്ലേ, അത് മതി. ഗോകുലിനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, എനിക്ക് ഈ താലി തന്നെ മതി. അമ്മ, വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിസാക്ഷിയായി ഈ താലിമാല കഴുത്തിലണിഞ്ഞ നിമിഷം മുതലാ എന്റെ ഈ ജന്മം തുടങ്ങിയത്. അന്ന് ഞാൻ എന്റെ പ്രാണനോട് ചേർത്ത് വെച്ചതാ ഈ താലിയും മാലയും. ഇതിനി മാറ്റാൻ എനിക്ക് വയ്യ. സമൃദ്ധ പറയുന്നതും കറക്റ്റാണ്. പഴയതൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ അല്ലേ? അഥവാ മറന്നാലും ചിലതൊക്കെ ചിലപ്പോ ഓർമ്മ വരും. മോളെ, എന്തായാലും ചടങ്ങിന് താലി കെട്ടിയല്ലേ പറ്റൂ. അത് വേണം മോളെ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വഴി പറയാം. ഈ താലിയും മാലയും മാറ്റി പുതിയതിടുന്നതിലല്ലേ നിനക്ക് പ്രശ്നമുള്ളൂ? അതെ, എനിക്കിത് മാറ്റാൻ പറ്റില്ല. ഇത്രയും വർഷത്തെ എന്റെ സങ്കടവും പ്രാർത്ഥനയും സന്തോഷവും എല്ലാം ഈ താലിമാലയില ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നു. എനിക്കിതെന്റെ ജീവശ്വാസമാണ്. അന്ന് ഞാൻ ഇതൊക്കെ അമ്മയോട് പറഞ്ഞതാണല്ലോ. നീ വിഷമിക്കണ്ട. ഈ താലിമാല മാറ്റി പുതിയത് ധരിക്കുകയും വേണ്ട. പക്ഷേ ക്ഷേത്രത്തിൽ ഈ താലിമാല ഒന്നഴിച്ച് പൂജിക്കാൻ കൊടുക്കണം. ഇത് തന്നെ ഗോകുല് വീണ്ടും നിന്റെ കഴുത്തി കെട്ടിക്കോട്ടെ. അതല്ലേ നല്ലത്? അതല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. അത് നല്ല ഐഡിയ. അതെങ്ങനെ ശരിയാവും? അമ്മ അവളെ കൂടുതൽ നിർബന്ധിക്കേണ്ട. പഴയ താലിമാല ആയാലും അത് കെട്ടുന്നത് ഗോകുലാണല്ലോ. അപ്പൊ പിന്നെ അത് പുതിയ താലിമാല ആയല്ലോ, അല്ലേ രാജീവേട്ട? അതെ അതെ. എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലത്രയ്ക്ക് മനസ്സിലാക്കാവൊന്നുമില്ല. പണ്ട് കെട്ടിയ താലിമാല ക്ഷേത്രത്തിൽ ഒന്നുകൂടി പൂജിച്ച് ഗോകുൽ ഒന്നുകൂടി സമൃദ്ധയുടെ കഴുത്തി കെട്ടുന്നു. അതോടെ എല്ലാം ശുഭം. ഇപ്പൊ സമൃദ്ധയ്ക്കെല്ലാം ഓക്കെ അല്ലേ? അത് മതി. ഈ താലിമാലയാ എന്റെ ജീവിതത്തിന്റെ ബലം. ഇത് മാറ്റുന്നതൊഴിച്ച് മറ്റെന്തും നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം. അമ്മ, ഇതെല്ലാം എടുത്ത് വെച്ചേക്ക്. എനിക്കൊരു തലവേദന പോലെ.